ഒരാൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഞാൻ റിസ്കിനെ കുറിച്ച് പറയുന്നു, സോ ഹൗ ടു മിറ്റിഗേറ്റ് ഇറ്റ്, എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടതെന്നുള്ളത്. വലിയ പടം എടുക്കാനിറങ്ങുമ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇറ്റ് വോണ്ട് ഹാപ്പൻ ഓവർനൈറ്റ്. കാരണം മൾട്ടിപ്പിൾ ഷെഡ്യൂൾസ് കാണും. ഒരു ബേസ് നോട്ട്സ്, അതായത് മ്യൂസിക് നോട്ട്സ് സെയിം ആയിരിക്കും, പക്ഷെങ്കിൽ ലിറിക്സ് നിങ്ങൾ ചേഞ്ച് ചെയ്ത് എഴുതണം, സിംഗേഴ്സിനെയും ചേഞ്ച് ചെയ്യേണ്ടി വരും. ആൻഡ് ഈവൻ ദ സെയിം സിംഗറിനെ നിങ്ങൾ യൂസ് ചെയ്താൽ പോലും they will charge you because they are singing 2 songs or 3 songs. What we do, ഞങ്ങളുടെ ഒരു ട്രിക്ക് ഞാൻ പറയാം. When we go into a big movie, we always make sure that we hedge into smaller movies. സാറ്റലൈറ്റ് OTT കച്ചവടം എന്ന് പറയുന്ന കാര്യം ഇന്നത്തെ കാലത്ത് ഇല്ല വിതൗട്ട് യു ഗെറ്റിംഗ് എ തിയേറ്റർ റണ്ണിങ്. സോ ഈ OTT സാറ്റലൈറ്റ് കണ്ടിട്ട് ദയവ് ചെയ്ത് ആരും ചാടി പുറപ്പെടരുത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽസ് ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ഒരാൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഞാൻ റിസ്കിനെ കുറിച്ച് പറയുന്നു, സോ ഹൗ ടു മിറ്റിഗേറ്റ് ഇറ്റ്, എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടതെന്നുള്ളത്. റിസ്ക് എന്ന് പറയുന്ന വാക്ക്, റിസ്ക് ആൻഡ് ദർസ് റിവാർഡ് ടു ഇറ്റ്. റിസ്ക് എടുക്കുന്നവർക്ക് എപ്പോഴും റിവാർഡ് ഉണ്ട് എന്ന് പറഞ്ഞ പോലെ റിസ്കിന് തന്നെ പല വേർഷൻസ് ഉണ്ട്. അതായത് റിസ്ക്, സംതിങ് കോൾഡ് റിസ്ക് മിറ്റിഗേഷൻ, റിസ്ക് അവോയ്ഡൻസ്, റിസ്ക് ട്രാൻസ്ഫറിങ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. മൂവി ഇൻഡസ്ട്രീനെ സ്പെസിഫിക് ആയിട്ട് ഞാൻ പറഞ്ഞാൽ, ഞാനിപ്പോൾ സംസാരിക്കുന്നത് കോ പ്രൊഡ്യൂസേഴ്സിനടുത്താണ്, ലൈക്ക് പ്രൊഡ്യൂസേഴ്സിനടുത്താണ്. നിങ്ങളൊരു പടം എടുക്കാൻ ഇറങ്ങുന്നു. സോ സംബഡി കെയിം ടു യു ആൻഡ് സെഡ്, ഓക്കെ ലിസൺ, ഒരു 10 കോടി രൂപയുടെ പടമാണ്, അല്ലെങ്കിൽ ഒരു 15 കോടിയുടെ പടമാണ്, 5 കോടി ഇടുക, 5 കോടി ഇടാൻ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക, നമുക്ക് ഇന്ന റിട്ടേൺസും നിങ്ങൾ കോൺട്രാക്ട്സും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തു. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കംസ് അപ്പ്, വെൻ യു ഗെറ്റ് ദ റിട്ടേൺ, എന്നാണ് നിങ്ങൾ റിട്ടേൺ കാണുന്നത്. വലിയ പടം എടുക്കാനിറങ്ങുമ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇറ്റ് വോണ്ട് ഹാപ്പൻ ഓവർനൈറ്റ്. കാരണം മൾട്ടിപ്പിൾ ഷെഡ്യൂൾസ് കാണും. ഒരു 10 ഷെഡ്യൂൾ. ഇപ്പോൾ ഒരു അടിപ്പടം നിങ്ങൾ എടുക്കാൻ ഇറങ്ങിയാൽ ഡയറക്ടറിൻ്റെയോ നായകൻ്റെയോ സൗകര്യത്തിലല്ല അടിപ്പടം നടക്കുന്നത്, ഫൈറ്റ് മാസ്റ്ററിൻ്റെ സൗകര്യത്തിനാണ് നടക്കുന്നത്. ബിക്കോസ് ഫൈറ്റേഴ്സിൻ്റെ അവൈലബിലിറ്റി, ഫൈറ്റ് മാസ്റ്ററിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ചാണ് ഷൂട്ട് ഷെഡ്യൂൾ ചെയ്യുന്നത്. ആ ഷെഡ്യൂളിലേക്ക് നമ്മുടെ നായകനും ഡയറക്ടേഴ്സും ബാക്കിയുള്ള ടെക്നിക്കൽ ക്രൂവും അഡാപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഒരു പടം എടുക്കാൻ ഇറങ്ങുമ്പം we are talking at least 12 to 18 months. അത് വലിയ പടം. പ്ലസ് യു ഡിസൈഡഡ്, നിങ്ങൾ തീരുമാനം, പ്രൊഡ്യൂസർ തീരുമാനം എടുക്കുന്നു, ഞാൻ 15 കോടിക്ക് പടം എടുക്കുന്നു, മലയാളത്തിൽ മാത്രം ഇത് ഒതുക്കിയ കഥയില്ല, ലെറ്റ്സ് ഡു ഡബ്ബിങ്. ഒരു 5 ഭാഷയിൽ ഡബ് ചെയ്തിറക്കാം. ഒറിജിനൽ സോങ്സ്, ഒറിജിനൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഒറിജിനൽ ഡയലോഗ്സ് വെച്ച് ഡബ് ചെയ്തിറക്കാം. ഇപ്പോൾ KGF ഒക്കെ ഇറക്കുന്ന പോലെ. സോ ദാറ്റ് യു ആർ ടോക്കിംഗ് അനദർ 1 crore. 1 കോടി രൂപയെങ്കിലും ഇല്ലാതെ ആ വഴിക്ക് നിങ്ങൾക്ക് തിരിയാൻ പറ്റത്തില്ല. ക്വാളിറ്റി, ഐ എം ടോക്കിംഗ് ക്വാളിറ്റി കണ്ടന്റ്. 25 ലക്ഷമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, പക്ഷെ നിങ്ങൾക്ക് ക്വാളിറ്റി കണ്ടന്റ് വേണം, ടൈം ബൗണ്ട് വേണം, ഒറിജിനൽ സോങ് വേണം. അപ്പോൾ അതായത് നിങ്ങളുടെ മൂവിക്കകത്ത് 4 സോങ് ഉണ്ടെങ്കിൽ, മലയാളത്തിൽ 4 സോങ് ഉണ്ടെങ്കിൽ 5 പടത്തിൽ എടുക്കാൻ ഇറങ്ങുമ്പം യു ആർ ടോക്കിംഗ് 20 സോങ്സ്. ബേസ് നോട്ട്സ്, അതായത് മ്യൂസിക് നോട്ട്സ് സെയിം ആയിരിക്കും, പക്ഷെങ്കിൽ ലിറിക്സ് നിങ്ങൾ ചേഞ്ച് ചെയ്ത് എഴുതണം, സിംഗേഴ്സിനെയും ചേഞ്ച് ചെയ്യേണ്ടി വരും. ആൻഡ് ഈവൻ ദ സെയിം സിംഗറിനെ നിങ്ങൾ യൂസ് ചെയ്താൽ പോലും they will charge you because they are singing 2 songs or 3 songs for it. അപ്പോൾ അങ്ങനെ അതിന് സമയമെടുക്കും. സോ വാട്ട് യു ക്യാൻ ഡു ഇസ്, നോർമലി വാട്ട് വി ഡു, ഞങ്ങളുടെ ഒരു ട്രിക്ക് ഞാൻ പറയാം. വെൻ വി ഗോ ഇൻ ടു എ ബിഗ് മൂവി, വി ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് വി ഹെഡ്ജ് ഇൻ ടു സ്മോളർ മൂവീസ്. അതായത് 1.5 വർഷം കൊണ്ട് ഷൂട്ട് തീരുന്ന ഒരു പടം എടുക്കാൻ ഞങ്ങൾ ഇറങ്ങുമ്പം വി കെയർഫുള്ളി കാൽക്കുലേറ്റ് ദ ടൈമിങ്, അതായത് 18 months ടൈം കാൽക്കുലേറ്റ് ചെയ്തിട്ട് we try to produce another movie within a 9-month period. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, കോ പ്രൊഡ്യൂസേഴ്സ് ഫണ്ട് ഇടുമ്പം വിൽ ടേക്ക് എ പോർഷൻ, അവരുടെ അടുത്ത് പറഞ്ഞിട്ട് തന്നെ അവരെ അതിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് തന്നെ വി ടേക്ക് എ പോർഷൻ ഓഫ് ദ ഫണ്ട്സ് ഇൻ ടു ദ സ്മോളർ മൂവി. അതായത് 15 കോടിയുടെ പടം എടുക്കുന്ന ടൈമിൽ തന്നെ 5 കോടിയുടെ ഒരു പടം എടുക്കും. ഈ 5 കോടിയുടെ പടം 9ാമത്തെ മാസം നിങ്ങൾക്ക് റിട്ടേൺ തരും, അല്ലെ 10ാമത്തെ മാസം തരും. സോ യു ഹാവ് എ ബിറ്റ് ഓഫ് ക്യാഷ് ഫ്ലോ കമ്മിങ് ത്രൂ. ബിക്കോസ് ഞാൻ ആദ്യമേ പറഞ്ഞു ഇത് ഷെഡ്യൂൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഷെഡ്യൂൾ പ്രകാരം യു ഹാവ് ടു ഷെഡ്യൂൾ യുവർ മൂവി ആൻഡ് യുവർ മണി ഇൻ സച്ച് എ വേ. അപ്പോൾ നിങ്ങൾക്ക് 9ാമത്തെ 10ാമത്തെ മാസം ഒരു പടം ഇറങ്ങി റിട്ടേൺ കിട്ടും. 18 months നിങ്ങൾക്ക് വലിയ മൂവി ഇറങ്ങുകയും ചെയ്യാം. സോ ദ ബിസിനസ് സ്ട്രക്ചർ വർക്ക്സ് പ്രോപ്പർലി. ഇതിനാണ് ഹെഡ്ജിങ് എന്ന് പറയുന്നത്. നമ്മൾ ഹെഡ്ജ് ചെയ്യുക, അതായത് വലിയൊരു മൂവി എടുക്കാൻ ഇറങ്ങുന്നു, അത്രയും പൈസ നമ്മുടെ സ്റ്റക്കായിരിക്കുന്നു,
So you always go into hedging. But hedging ചെയ്യുമ്പം extremely careful. You have to ഫൈൻ ട്യൂൺ ദറ്റ് സ്മോൾ മൂവി. ചെറിയ മൂവി എന്ന് പറയുന്നത് ചെറിയ ആർട്ടിസ്റ്റ്, ഒരു വാല്യൂ ഇല്ലാത്ത ആർട്ടിസ്റ്റിനെ വെച്ച് എടുക്കുന്നതല്ല ഞാൻ പറയുന്നത്. ആർട്ടിസ്റ്റ് വാല്യൂ ഉണ്ടാവണം, പക്ഷെ ബഡ്ജറ്റിംഗ് പ്രകാരം അത് ചെറിയ മൂവിയാണ്. വയബിൾ ആയിരിക്കണം, വർക്കൗട്ടബിൾ ആയിരിക്കണം, തിയേറ്ററിക്കൽ വർക്കൗട്ട്. സാറ്റലൈറ്റ് OTT കച്ചവടം എന്ന് പറയുന്ന കാര്യം ഇന്നത്തെ കാലത്ത് ഇല്ല വിതൗട്ട് യു ഗെറ്റിംഗ് എ തിയേറ്റർ റണ്ണിങ്. അത് വലിയ വലിയ നടന്മാർക്ക്, Tier 1 Tier 2 നടന്മാർക്ക് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ആൻഡ് ദാറ്റ് ടു ഇസ് എക്സ്ട്രീംലി സെലക്റ്റീവ്. സാറ്റലൈറ്റ് ചാനൽസ് ആർ എക്സ്ട്രീംലി സെലക്റ്റീവ്. സോ ഈ OTT സാറ്റലൈറ്റ് കണ്ടിട്ട് ദയവ് ചെയ്ത് ആരും ചാടി പുറപ്പെടരുത്. പിന്നെ നെക്സ്റ്റ് തിങ് ഇസ് സിൻഡിക്കേഷൻ. സിൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഇല്ലാത്ത ഒരു സാധനമാണ് സിൻഡിക്കേഷൻ. മലയാളം ഇൻഡസ്ട്രി മുമ്പോട്ട് പോകണമെങ്കിൽ, ഇഫ് ഇറ്റ് ഹാസ് ടു എലിവേറ്റ് ലൈക്ക് എ കന്നഡ മൂവി ഓർ ഇൻ എനി അതർ ഇൻഡസ്ട്രീസ്, the only way forward is syndication. Syndication എന്ന് പറഞ്ഞാൽ 2-3 പ്രൊഡ്യൂസേഴ്സോ കോ-പ്രൊഡ്യൂസേഴ്സോ പ്രൊഡക്ഷൻ ഹൗസസ് കം ടുഗദർ ടു ഡു എ മൂവി. അതിന് ആദ്യം വേണ്ടുന്ന ട്രസ്റ്റ് ആണ്. യു നീഡ് ടു ഹാവ് ട്രസ്റ്റ്, ഇൻറ്റഗ്രിറ്റി, ഹോണസ്റ്റി, ഓപ്പൺനെസ്. ഇത്രയും സാധനമില്ലാതെ ഇത് വർക്കൗട്ട് ആവത്തില്ല. അതായത് യു ഹാവ് എ സബ്ജക്റ്റ്. ആ സബ്ജക്റ്റ് നിങ്ങൾക്ക് കുഞ്ഞായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ആ സബ്ജക്റ്റ് പാൻ ഇന്ത്യൻ സബ്ജക്റ്റായിട്ട് എടുക്കാം. പക്ഷെ പാൻ ഇന്ത്യൻ സബ്ജക്റ്റായിട്ട് എടുക്കുമ്പം നിങ്ങൾക്ക് ഒരു 20-25 കോടി രൂപ വേണം. നിങ്ങളുടെ എല്ലാം ഫണ്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? യു ഹാവ് ടു ഡു സിൻഡിക്കേഷൻ. യു ഹാവ് ടു അസോസിയേറ്റ് വിത്ത് അതർ പീപ്പിൾ. യു ഗോ ടു അതർ പീപ്പിൾ ആൻഡ് ആസ്ക് ദം, ലിസൺ, എൻ്റെ ഈ ഒരു സബ്ജക്റ്റ് ഉണ്ട്, ഇത് പാൻ ഇന്ത്യൻ സബ്ജക്റ്റാണ്, നമുക്ക് VFXന് തന്നെ ഒരു 3 കോടി രൂപ VFX വരും, ബാക്കി ഇന്ന ഇത് വരും എന്ന് പറഞ്ഞിട്ട് അവർ പറയും. ബട്ട് മെനി ഓഫ് ദ പ്രൊഡക്ഷൻ ഹൗസസ് ഹിയർ do not like to syndicate. They don't like to open the books. They don't like to take co-producers, because co-producer അടുത്ത കണക്ക് കാണിക്കണ്ടേ. And they are reluctant to share their books. See, ഇൻറ്റഗ്രിറ്റിയും ഓപ്പൺനെസ്സും ഹോണസ്റ്റിയും ഉണ്ടെങ്കിൽ അവർക്ക് പൈസയുടെ ആവശ്യമില്ല. ഞങ്ങൾ ഇങ്ങനെ ഒതുങ്ങി നിന്നോളാം എന്നുള്ളൊരു ചിന്താഗതിയാണ് അങ്ങനെയുള്ള ആൾക്കാർക്കുള്ള. കോ-പ്രൊഡക്ഷൻ ഒന്നും എടുക്കത്തില്ല. ഒരു നടൻ പോലും കോ-പ്രൊഡക്ഷൻ പറഞ്ഞാൽ എനിക്ക് പൈസ വേണ്ട, നിങ്ങൾ എനിക്ക് അതിൻ്റെ ഷെയർ തന്നാൽ മതി എന്നൊരു നടൻ പറഞ്ഞാൽ പോലും അംഗീകരിക്കാത്ത പ്രൊഡക്ഷൻ ഹൗസുകളുണ്ട്. ബിക്കോസ് ദാറ്റ്സ് എ സ്ട്രാറ്റജി. ദേ ഡോണ്ട് വാണ്ട് ടു ഷെയർ ദർ ബുക്സ്. അത് അവരുടെ പൈസ, എൻ്റെ കാര്യം ഞാൻ അങ്ങ് നടത്തിക്കോളാം, ഡേറ്റ് മാത്രം നീ തന്നാൽ മതി. ഈ ഒരു ആറ്റിറ്റ്യൂഡുള്ള പ്രൊഡക്ഷൻ ഹൗസസ് ഉണ്ട്. ബട്ട് ഐ വുഡ് സേ ദാറ്റ് ഇഫ് മലയാളം മൂവി പാൻ ഇന്ത്യൻ ലെവലിലേക്ക് വലിയ പ്രൊജക്റ്റുകൾ എടുക്കണമെങ്കിൽ സിൻഡിക്കേഷൻ ഉണ്ടായേ പറ്റുള്ളൂ. സിൻഡിക്കേഷൻ ഉണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ റിസോഴ്സസ് പൂള് ചെയ്ത് പുൾ ഓഫ് ചെയ്യാൻ പറ്റും. ഇമാജിൻ ഓൾ ദ ബിഗ് 4 ഓഫ് മലയാളം സിനിമ, ഓവറിറ്റീസ്, പ്രൊഡക്ഷൻ ഹൗസസ് ജോയിൻസ് ടുഗദർ ടു കം ഔട്ട് വിത്ത് എ മൂവി. നിങ്ങൾ മറ്റേ ബോളിവുഡ് നോക്ക്, ഹോളിവുഡ് നോക്ക്, തെലുങ്ക് സിനിമാസ്, തമിഴ് സിനിമാസ് അത്രയും ഇല്ല. എന്നാലും ഹോളിവുഡിലൊക്കെ ഇത് ക്വൈറ്റ് കോമൺ ആണ്. ബിക്കോസ് യു സേ ആദ്യത്തെ ആളുടെ പേരെഴുതി കാണിക്കും, ഇൻ അസോസിയേഷൻ വിത്ത് നെക്സ്റ്റ് വൺ, ഇൻ അസോസിയേഷൻ വിത്ത് നെക്സ്റ്റ് വൺ. എസ്പെഷ്യലി റോണി സ്ക്രൂവാല പോലുള്ള ആൾക്കാരുടെ യൂട്യൂബിൽ ഉണ്ടായിരുന്നത്. അപ്പം പുള്ളിക്കാരൻ്റെ സ്വന്തം പ്രൊഡക്ഷൻ ഹൗസ്. പുള്ളി അങ്ങനെയുള്ള അവരുടെയൊക്കെ പ്രൊഡക്ഷൻ ബാനർ നോക്കുക, റെഡ് ചില്ലീസിന് നോക്കുക. ഓൾവേസ് ഹാവ് അസോസിയേഷൻ. 4-5 കമ്പനീസ് ചേർന്നിട്ടാണ് പടം ചെയ്യുന്നത്. സോ ദിസ് ഇസ് പൂളിംഗ് ഇൻ റിസോഴ്സസ്. പൂളിംഗ് ഇൻ റിസോഴ്സ് ഇത് ലാർജർ ദാൻ ലൈഫ് പടം ചെയ്യുക. ഈ ലാർജർ ദാൻ ലൈഫ് പടം ചെയ്യുമ്പം നിങ്ങളുടെ വരുമാനം ലാർജർ ദാൻ ലൈഫാണ്. അതായത് 200 കോടി 250 കോടിക്ക് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു മൂവി, യുവർ റിട്ടേൺസ് 1,000 crore. യു ആർ എലിവേറ്റിംഗ് ദി എൻറ്റയർ ഇൻഡസ്ട്രി അപ്പ്. അതായത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ബോളിവുഡ് ഇൻഡസ്ട്രി ഈ ലാർജർ ദാൻ ലൈഫ് സാധനങ്ങൾ എടുക്കുമ്പം, അതായത് ഇപ്പം രാജമൗലി എടുത്ത ബാഹുബലി ആണെങ്കിലും, മറ്റേ RRR ആണെങ്കിലും, ജവാൻ ആണെങ്കിലും, പഠാൻ ആണെങ്കിലും, അറബ്സ്, അതായത് ഗൾഫ് കൺട്രീസിലൊക്കെ അറബ്സ് ആണ് കാണുന്നത്. മീൻസ് ഫോറിൻ കൺട്രീസിലെ ഫോറിൻ സിറ്റിസൺസ്, അതായത് മലയാളം അല്ലെങ്കിൽ ഹിന്ദി അറിയാത്ത ആൾക്കാർ സബ് ടൈറ്റിൽ നോക്കി അവരുടെ ഭാഷയിൽ സാധനം കാണുന്നുണ്ട്. സോ ഇമാജിൻ ഹോളിവുഡ് പടം ഇറങ്ങുന്നില്ല. ഹോളിവുഡ് പടത്തിന്റെ റിട്ടേൺസ് ഇസ് 1.3 ബില്യൺ, 2 ബില്യൺ, 6 ബില്യണിലാണ് റിട്ടേൺസ്. സോ ഇമാജിൻ ദ സ്കെയിൽ. അതായത് കഴിഞ്ഞ പ്രാവശ്യം അവതാർ ആണെന്ന് തോന്നുന്നു, കേരളത്തിൽ നിന്ന് കൊണ്ടുപോയത് 10 കോടി രൂപയാണ്. ഇമാജിൻ എ ഹോളിവുഡ് മൂവി കമ്മിങ് ടു കേരള ആൻഡ് ക്യാപ്ചറിങ് ദ മാർക്കറ്റ് 10 crore. ഈ 10 crore ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ മലയാളം പടത്തിന് കിട്ടേണ്ട കളക്ഷൻസ് ആണ്, അതായത് ആ കാശാണ് അവർ കൊണ്ടുപോയത്. സോ ദിസ് ഇസ് എ സ്കെയിലബിലിറ്റി. സോ കോ-പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്തും പ്രൊഡ്യൂസേഴ്സിനും എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. വെൻ യു ഹാവ് എ സബ്ജക്റ്റ്, എല്ലാ സബ്ജക്റ്റും നിങ്ങൾക്ക് പാൻ ഇന്ത്യൻ ആക്കാൻ പറ്റില്ല. ബട്ട് വെൻ യു ഹാവ് എ സബ്ജക്റ്റ് ആൻഡ് ഇറ്റ്സ് എ റൈറ്റ് സബ്ജക്റ്റ് ടു ഗോ ബിഗർ, മേക്ക് ഇറ്റ് ബിഗർ, അസോസിയേറ്റ് ആൻഡ് ഡു സിൻഡിക്കേഷൻ. സിൻഡിക്കേഷൻ ചെയ്ത്
ജോയിൻ്റ് ആയിട്ട് വർക്ക് ചെയ്ത് വലിപ്പം വെപ്പിക്കുക. ദിസ് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. സോ ഐ ടോക്ട് അബൌട്ട് ഹെഡ്ജിങ്, എങ്ങനെയാണ് നിങ്ങൾ ഹെഡ്ജ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സിൻഡിക്കേഷൻ ചെയ്യേണ്ടത്. തേർഡ് തിങ് ഐ വാണ്ട് ടു ടോക്ക് അബൌട്ട് സാൻഡ്വിച്ചിങ്. എന്താണ് സാൻഡ്വിച്ച്? സാൻഡ്വിച്ചിങ് അറിയാം, രണ്ട് കാര്യം ജോയിൻ ചെയ്ത് ഫില്ലിംഗ് വെക്കുന്നതാണ് സാൻഡ്വിച്ച്. സാൻഡ്വിച്ചിങ് ഇൻ മൂവീസ് ഹാപ്പൻസ്. വാട്ട് ഈസ് എ സാൻഡ്വിച്ചിങ് മൂവി? സോ യു ഹാവ്, നിങ്ങൾ സാധനം വിൽക്കാൻ ഇറങ്ങുന്നു, ഒരു സാധനം നിങ്ങൾ വിൽക്കാൻ ഇറങ്ങുന്നു. യു ഹാവ് രണ്ട് മൂവി നിങ്ങളുടെ കയ്യിലുണ്ട്. ഒരു മൂവി ചെറിയ മൂവി, ഒരു മൂവി വലിയ മൂവി, അല്ലെങ്കിൽ രണ്ട് വലിയ മൂവി ഒരു ചെറിയ മൂവി. സോ യു ഹാവ് എ മിക്സ് ആൻഡ് മാച്ച്. ഇങ്ങനെ ആകുമ്പം നിങ്ങൾക്ക് യു ഹാവ് എ ബിഗർ സേ. അതായത് ഈ രണ്ട് മൂവിയും കൂടെ ചേർത്ത് വെച്ച് നിങ്ങൾക്ക് വിൽക്കാം. സോ ഈ മൂവി നിങ്ങളുടെ കുറച്ച് മോശമാണെങ്കിലും അല്ലെങ്കിൽ കുറച്ച് അത്ര എലിവേഷൻ ഇല്ലെങ്കിലും മറ്റേ മൂവിയുടെ സപ്പോർട്ടിൽ നിങ്ങൾക്ക് മൂവി വിൽക്കാം. സോ യു ക്യാൻ സെൽ 2 or 3 or 4 മൂവീസ് ടുഗദർ ആസ് എ ബൾക്ക് ടു ബിഗ് പ്ലേയേഴ്സ്. ഇങ്ങനെ ബിഗ് പ്ലേയേഴ്സ് ഇത് സാധാരണ ആമസോൺ പ്രൈം, നെറ്റ്ഫ്ലിക്സ്, അങ്ങനെയുള്ള വലിയ 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 ആൾക്കാർ എടുക്കും. ബിക്കോസ് എൻഡ് ഓഫ് ദി ഡേ ഗൈസ്, എവരിബഡി വാണ്ട്സ് കണ്ടന്റ്. ഇവിടെ പാട്ടില്ലെങ്കിൽ റേഡിയോ ചാനൽ ഓടും, ലളിതഗാനം വെച്ചിട്ട് റേഡിയോ ചാനൽ ഇവിടെ ഓടും? ഇല്ല. ഇന്ത്യയിലുള്ള എല്ലാ റേഡിയോ ചാനൽ, എല്ലാ TV, every satellite, OTT is running on movies. Movies is the main revenue generator. Movies is the main bloodline of TVs as well as for radio channels. So everybody need content. പിന്നെ ഒരു അലങ്കാരത്തിന് ഒതുക്കാൻ വേണ്ടി പറയാം, ഞങ്ങൾ വെബ് സീരീസ് വരുന്നുണ്ട്, ഞങ്ങളുടെ ചാനലിൽ 6 എണ്ണം വരുന്നുണ്ട്, 10 എണ്ണം വരുന്നുണ്ട് എന്ന് പറയാം. ബട്ട് ഇമാജിൻ, ഈ വെബ് സീരീസ് പോലും മൂവി ആർട്ടിസ്റ്റിനെ വെച്ചിട്ടാണ് വെബ് സീരീസ് വരുന്നത്. ബോളിവുഡിലൊക്കെ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ആമസോൺ പ്രൈം, നെറ്റ്ഫ്ലിക്സ് ചെയ്യുന്ന പോലെ, ദേ ആർ നോട്ട് ക്രിയേറ്റിംഗ് ന്യൂ ക്യാരക്ടേഴ്സ് ഓർ ആർട്ടിസ്റ്റ് ഫോർ വെബ് സീരീസ്. മൂവി ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് തന്നെയല്ലേ ചെയ്യുന്നത്. ആൻഡ് വേർ ഡിഡ് ദിസ് മൂവി ആർട്ടിസ്റ്റ് കം ഫ്രം? ദേ കെയിം ഫ്രം തിയേറ്റേഴ്സ്. തിയേറ്ററിൽ ഹിറ്റ് ആയത് ആൾക്കാരല്ലേ മൂവി ആർട്ടിസ്റ്റ്, അല്ലല്ലോ OTTയിൽ വന്നവരല്ലല്ലോ. സോ ഇറ്റ്സ് നിങ്ങളുടെ പ്രൊഡക്റ്റിന് വില കുറയ്ക്കാൻ വേണ്ടി പല കാര്യങ്ങളും പറയും. ബട്ട് ദി എൻഡ് ഓഫ് ദി ഡേ, these are all business proposals, business opportunities for you to sell the movie. അപ്പോൾ ഞാൻ കോ പ്രൊഡ്യൂസേഴ്സിനും പ്രൊഡ്യൂസേഴ്സിനെ ടാർഗറ്റ് ചെയ്താൽ പറഞ്ഞത്. സോ what I'm trying to tell you is റീക്യാപ്പ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ, ദി എൻറ്റയർ ലാസ്റ്റ് 2 എപ്പിസോഡ് ഞാൻ കവർ ചെയ്തത് കോ പ്രൊഡക്ഷനെ കുറിച്ചും ഇതിൻ്റെ ബിസിനസ് വശത്തിനെ കുറിച്ചുമാണ് ഞാൻ കവർ ചെയ്തത്. എനിവേ ഗൈസ്, താങ്ക് യു വെരി മച്ച് ഫോർ ലിസണിങ് ടു മീ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും ഈ മെയിലൊക്കെ അയക്കുന്നതിനും ഇതൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. ബിക്കോസ് ഐ ബിലീവ് ദാറ്റ് എന്ത് ഇൻറ്റൻഷനിലാണോ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ച ആ ഇൻറ്റൻഷൻ അച്ചീവ് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു വെരി മച്ച് ടു എവരിബഡി. സീ യു അഗെയിൻ ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ്. താങ്ക് യു.